നമസ്കാരം. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രസകരമായ ഒരു ഫലിതമാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരാണ്. എല്ലാവർക്കും തുല്യ അവകാശമുണ്ട്, തുല്യ അവസരമുണ്ട്. അത് വാസ്തവത്തിൽ ഫലിതമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ നമുക്ക് പോകാം, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എത്ര പേർക്ക് പോകാൻ പറ്റും? അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ തന്നെ പല വിധത്തിലുള്ള സംഗതികൾ കാണിച്ചു തന്നിട്ടുണ്ട്. സർക്കാരിന് ശമ്പളം കൊടുക്കുന്ന വക്കീലന്മാർ ഈ രാജ്യത്തെ എല്ലാ കോടതികളിലും ഉണ്ട്, സുപ്രീം കോടതിയിലും ഉണ്ട്. പക്ഷേ എന്തിനും സർക്കാർ ചില കേസുകളിൽ കോടിക്കണക്കിന് രൂപ ഫീസ് കൊടുത്തിട്ട് പ്രത്യേകം വക്കീലന്മാരെ വെക്കും. അപ്പോൾ അതെന്തിനാ? നമുക്ക് തുല്യ അവകാശം ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അവിടെ എന്താ ഒരു സംതിങ് റോങ്, ഒരു വ്യത്യാസം വരുന്നത്. കാര്യം നല്ല വക്കീലന്മാരെ വെച്ച് കഴിഞ്ഞാൽ കേസ് ജയിക്കാം എന്നുള്ളൊരു സന്ദേശമല്ല അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ തുല്യാവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇത് ജനങ്ങളുടെ ഇടയിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ നമ്മളൊരു ഏതെങ്കിലും നമ്മുടെ ജെന്യുവിനായിട്ടുള്ള ഒരു ഗിവൻസ്, അതായത് നമ്മുടെ ഒരു യഥാർത്ഥത്തിൽ നമുക്ക് വേദന അനുഭവിക്കുന്ന, നമുക്ക് ഒരു തരത്തിലും നിവൃത്തിയില്ലാത്ത നമ്മുടെ ഒരു പരാതി പരിഹരിക്കാൻ വേണ്ടി നമ്മളൊരു കോടതിയിൽ പോകും. ഇത് ഒരു സമയബന്ധിതമായിട്ട് അതിന് വിധി ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? വേണ്ട. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ പോയി ഒരു കോടതിയിൽ പോയി നമ്മൾ ജയിച്ചെന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ടും പിന്നെ തോറ്റയാൾ അപ്പീൽ പോകും. അവിടെ അയാൾ ജയിക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമോ? നമ്മൾ അടുത്ത കോടതിയിൽ പോകും. അപ്പോൾ ഈ സുപ്രീം കോടതിയിൽ പോയാലും ഇത് തീരാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ ഈ നീതിമേളകളിൽ ഞങ്ങളുടെ വാഹനത്തിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, നീതിമേള, അതായത് കോടതി വിധി മൂലം ബന്ധുക്കൾ ശത്രുക്കളാകുമ്പോൾ നീതിമേളകളിൽ ശത്രുക്കൾ ബന്ധുക്കളാകുന്നു. വളരെ ശരിയായിട്ടുള്ള സംഗതിയല്ലേ? നമുക്ക് വളരെ ഉറപ്പാണ്. കാര്യം നമ്മുടെ നീതിമേളകളിൽ, നമ്മൾ ഗ്രാമതലങ്ങളിൽ നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് നീതിമേളകളിൽ ലക്ഷക്കണക്കിന് കേസുകൾ പരിഹരിച്ചിട്ടുണ്ട്. അതൊക്കെ സംസാരിച്ച് നമ്മൾ തീർക്കുക ചെയ്തിട്ടുള്ളത്. കാര്യം ജനങ്ങൾ ആകെ അസ്വസ്ഥരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവരുടെ ഒരു പരാതി, ഞങ്ങളുടെ ഈ പരാതി തീരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ, ഞങ്ങൾ നീതിമേളകളിൽ ഭൂരിപക്ഷം കേസുകളും തീരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള അവരുടെ ഗ്രീവൻസ് എന്താണ്, അവരുടെ പരാതി എന്താണ്, അവരുടെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് അവർ പറയുമ്പോൾ അത് കേൾക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അവർ പറയും, ഇത് കേൾക്കാൻ നിങ്ങൾക്കെങ്കിലും ഒരു സന്മനസ് തോന്നിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോടതി ചെന്നിട്ട് നിങ്ങളുടെ ഗ്രീവൻസ് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റ് കോടതിയാണെങ്കിൽ പറയും, നിങ്ങളോട് ചോദിച്ചാൽ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി, വേറെ വിചാരമൊന്നും പറയേണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ പരാതികൾ കൊടുക്കാൻ ഉള്ള സൗകര്യം, അത് കേൾക്കാനുള്ള ആളുകൾ ഈ നാട്ടിലില്ല. അത് വലിയൊരു സംഗതി. അതുകൊണ്ടാണ് ഈ സമൂഹത്തിലുണ്ടാകുന്ന ഒരു 80% കേസുകളും കോടതിയിൽ പോകുന്നില്ല. സത്യവത 2-3 കാര്യം അവർക്ക് പേടിയാണ്. കാരണം കഷ്ടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇനി വക്കീലിന് കൊടുക്കാൻ വേറെ കാശുണ്ടാക്കണം, കോടതി ചെലവിന് വേറെ കാശുണ്ടാക്കണം. പിന്നെ ഈ കേസിലെ ശത്രുവിനെ അവനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് നേരിടാനുള്ള പണം കണ്ടെത്തണം. ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് ഒരു കേസിൽ തയ്യാറാകുകയും മുന്നോട്ട് വരിക എന്നുള്ള ഒരു ടാസ്ക് നമ്മൾ നേരിടേണ്ടി വരിക. അപ്പോൾ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് ഇത് തീരുമാനം എടുക്കാൻ വൈകുന്നു, അതുപോലെ തന്നെ കേസ് കൊടുത്താൽ എന്ന വിധി ഉണ്ടാവുമെന്നറിയില്ല. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, താമസിച്ച് കിട്ടുന്ന നീതി നിഷേധത്തിന് തുല്യമാണ്. അത് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. താമസിച്ച് കിട്ടുന്ന നീതിക്ക് കാര്യമില്ല. അപ്പോൾ നീതി നിഷേധത്തിൻ്റെ ഒരു സംവിധാനം നിലനിൽക്കുകയാണ്. അപ്പോൾ ആ സംവിധാനം വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ ഗ്രാമങ്ങൾ തോറും നടത്തിയിരുന്ന നീതിമേളകൾ നമ്മുടെ ഗവൺമെൻറ് അത് ഇല്ലാതാക്കി, കോടതി അത് ശരിവെച്ചു. ഇപ്പോൾ ഒരു 1/4 നൂറ്റാണ്ടാകെ 25 കൊല്ലം കഴിയുകയാണ്. ആ വ്യവസ്ഥ തിരിച്ചു വരണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും വെറുതെ കിടക്കുകയാണ്. അതിനുവേണ്ടിയുള്ള വളരെ ആത്മാർത്ഥമായി നന്നായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്ന അത് നമ്മുടെ സംസ്ഥാനത്ത് നവോത്ഥാന പ്രസ്ഥാനത്തിനായിട്ട് ഒരു വലിയൊരു തിരിച്ചടിയാണ്. അത് വിശദമാക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം.